السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. മഹാനായ സലമത്ത് ബിൻ ദീനാർ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായി കാണാം, സലാസുൻ മൻ കുന്ന ഫീഹി കമുലാഖുലു. മൂന്ന് കാര്യങ്ങൾ ആരിലാണോ ആ മൂന്ന് കാര്യങ്ങളുള്ളത് അയാളുടെ ബുദ്ധി സമ്പൂർണമായിരിക്കുന്നു. ഒമൻ ഖാനത്ത് ഫീഹി വാഹിദത്തുൻ, ഇനി അതിൽ ആർക്കെങ്കിലും ഒന്നാണുള്ളത് എങ്കിൽ കമുല സുലുസു അഖ്ലിഹി, അവൻ്റെ ബുദ്ധിയുടെ മൂന്നിലൊന്നും പൂർണ്ണമായിരിക്കുന്നു എന്ന് മഹാനായ സലാമത്ത് ബിൻ ദീനാർ റഹിമഹുല്ല പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് പറയണം. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, മൻ അറഫ നഫ്സഹു, ആരാണോ സ്വന്തത്തെ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ നിലവാരം എന്താണ് എന്ന് സ്വയം ബോധ്യമുള്ള ഒരാൾ മറ്റൊരാളുടെ വാക്കിലോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ പുകഴ്ത്തലുകളിലോ ഒന്നും എന്ത് ചെയ്യില്ല, വഞ്ചിതരാവുകയില്ല. നേരെ മറിച്ച് തന്നെപ്പറ്റി താൻ വിചാരിക്കുന്നത് മറ്റുള്ളവരെന്താണോ തന്നെപ്പറ്റി പറയുന്നത്, ഇയാൾ നല്ല തഖ്വയുള്ള ഒരാളാണ്, ഒരുപാട് സദഖകൾ ചെയ്യുന്ന ആളാണ്, അതല്ലെങ്കിൽ ഒരുപാട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യനാണ്, ഒരുപാട് ഇങ്ങനെ തുടങ്ങി മറ്റുള്ള ആളുകൾ നമ്മളെപ്പറ്റി പറയുന്നതാണ്, അതാണ് ഞാൻ എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുടെ ബുദ്ധി അത് കുറവാണത് ഫാസിദായ ബുദ്ധിയാണ് എന്നാണ് ഈ കൗലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ വിചാരിക്കേണ്ടതാണ്, നമ്മളെ തിരിച്ചറിയാം, നമുക്ക് എത്ര ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര കഴിവുണ്ട്, നമ്മളെത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടെന്ന് കൃത്യമായൊരു ബോധ്യം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ജീവിതം ചിട്ടപ്പെടുത്തും. മറ്റൊരാൾ പറയുന്നതനുസരിച്ച് കൊണ്ടാണ് നമ്മളുടെ ജീവിതമെങ്കിൽ നമ്മൾ നന്നാകാനോ അത് നന്നാക്കാനോ ഒന്നും എന്ത് ചെയ്യില്ല, ശ്രമിക്കുകയും ചെയ്യുകയില്ല എന്നാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, വഹഫിള ലിസാനഹു, ആരാണോ തൻ്റെ നാവിനെ സൂക്ഷിച്ചത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ബുദ്ധിമാനായ ഒരാളുടെ നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറാ ഖൽബി, അവൻ്റെ ഹൃദയത്തിൻ്റെ പിറകിലായിരിക്കും അവൻ്റെ നാവ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്നതിന് മുമ്പായിക്കൊണ്ട് എന്ത് ചെയ്യും, ഹൃദയത്തിലിട്ടതൊന്നും ചിന്തിക്കും, ഇത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് ചിന്തിച്ചതിന് ശേഷമായിരിക്കും അവൻ എന്ത് ചെയ്യുക, പറയുക. എന്നാൽ ബുദ്ധി ഇല്ലാത്ത ആളാണെങ്കിലോ അവൻ പറഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ചിന്തിക്കുക. അപ്പോൾ ഒരാളുടെ നാവിനെ ഒരാൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് അയാളുടെ അഖലിൻ്റെ, അത് അയാളുടെ ബുദ്ധിയുടെ ലക്ഷണമാണ് എന്നാണ്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത്, വഖന ബിമാ റസഖഹുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അയാൾക്ക് റിസ്ഖായി നൽകിയിട്ടുള്ളത്, അത് എത്ര കുറവാണ് എങ്കിലും അത് എങ്ങനെയാണ് എങ്കിലും അതിൽ പൂർണ്ണമായ ഖനാഅത്ത്, പൂർണ്ണമായ തൃപ്തിയുള്ള ഒരു മനുഷ്യൻ, അയാളുടെ ബുദ്ധിയും സമ്പൂർണ്ണമായി. കാരണം അയാളുടെ ബുദ്ധി സമ്പൂർണ്ണമായി എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിൻ്റെ ഖലാ, അള്ളാഹുവിൻ്റെ ഖദർ ഇതിനപ്പുറത്തേക്കില്ല എന്ന് അയാൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അയാളുടെ ബുദ്ധി സലീമായ ബുദ്ധിയാണ്. നേരെ മറിച്ചുകൊണ്ട് ഞാനൊന്ന് ചെയ്തിരുന്നെങ്കിൽ, ഞാനന്ന് അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ, ഞാനൊന്ന് ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ, ഈ രൂപത്തിൽ തന്നിലേക്ക് ഇങ്ങനെ ചേർത്തുകൊണ്ട് തൻ്റെ കുറവുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ തൻ്റെ പോരായ്മകൾ കൊണ്ടാണ് ഈ രൂപത്തിൽ അയാൾ ചിന്തിച്ചു തുടങ്ങിയാൽ അത് അയാളുടെ നുഖ്സാനുൽ അഖ്ലിനെയാണ് അറിയിക്കുന്നത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇതേ കണക്കാക്കിയിട്ടുള്ളൂ, ഇതിൽ ഞാൻ തൃപ്തിപ്പെട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അത് അയാളുടെ ബുദ്ധിയുടെ ലക്ഷണമാണ് എന്നാണ് മഹാനായ സലാമത്ത് ബിൻ ദീനാർ റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചിരുന്നു. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സ്വന്തത്തെ തിരിച്ചറിയുക. രണ്ട്, തൻ്റെ നാവിനെ സൂക്ഷിക്കുക. മൂന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസ്ഖിൽ സമ്പൂർണ്ണമായ സംതൃപ്തി ഉള്ളവനാവുക. ഇത് മൂന്നും ഒരാളുടെ ബുദ്ധി സമ്പൂർണ്ണമാണ് എന്നുള്ളതിൻ്റെ അടയാളമായി കൊണ്ട് അദ്ദേഹം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.